ഇന്ന് രാവിലെ തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങല. ഫസ്റ്റ് തന്നെ ഞാൻ എന്റെ ഒരു കസിനും കൂടിയിട്ടാണ് പോയിട്ടുള്ളത്. അവളെ ഹസ്ബൻഡിന്റെ സിസ്റ്ററിന്റെ മോളെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. സോ ബേബിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കല. ഇനിയിപ്പോ ഇതാ മെയിൻ ആയിട്ട് ഞങ്ങളുടെ ഷോപ്പിങ്ങിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 1/4 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബേബിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്സസറീസ് നോക്കല. ഇവിടെയാണെങ്കിൽ കുറെ നല്ല കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ക്രാഫ്റ്റിന്റെ ഷോപ്പിലോട്ട് പോയി. ഈ മേടിച്ച സാധനങ്ങളൊക്കെ ഒരു ഹാമ്പർ പോലെ സെറ്റ് ആക്കിയിട്ട് കൊടുക്കാന്നുള്ള പ്ലാനിൽ വന്നത്. അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാന്നുള്ള രീതിക്ക് പബ്സും ലൈമും കൂടി കഴിക്കാൻ വേണ്ടിട്ട് പണ്ട് പുറത്തിറങ്ങിയാൽ എപ്പോഴും ഈ ഒരു ഷോപ്പിൽ നിന്ന് പബ്സ് ലൈമും കഴിക്കലുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് വീട്ടിലെത്തിയതിനു ശേഷം ഈ ഒരു ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായി. എന്നിട്ട് ഉമ്മാനെ കൂട്ടിയിട്ട് നേരെ വടകരക്ക് അതിന് പോയിട്ടുള്ളത്. മെയിൻ ഉദ്ദേശം ഫുഡ് അടി തന്നെ. ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് നമ്മ കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേ. അപ്പൊ ഒന്ന് അവിടെ പോയിട്ട് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് വരാൻ വിചാരിച്ചു. ഞങ്ങൾ അവിടുന്ന് ട്രൈ ചെയ്തിട്ടുള്ളത് ചിക്കൻ കടായും പൊറോട്ട പൊടി മസാല ദോശയും ഗീ ദോശയും അതിന് ട്രൈ ചെയ്തിട്ടുള്ളത്. ഇതിൽ എനിക്ക് ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു പൊടി മസാല ദോശ ആയിരുന്നു. കുറച്ച് നല്ല സ്പൈസി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ വടകര ഏരിയയിലുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും അവിടെ പോയിട്ട് വൺ ടൈം എങ്കിലും ട്രൈ ചെയ്യാം. അങ്ങനെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പോയിട്ടുള്ളത്. ഇൻഷാല്ല അടുത്ത മാസം പനാനിന്റെ വീട്ടിൽ കൂടെ അവിടത്തേക്കുള്ള കുറച്ച് ഡിന്നർ സെറ്റും കാര്യങ്ങളൊക്കെ നോക്കല. ഇപ്പൊ അതിനിടെ കൂടെ ഞാൻ ഒരു ക്രോക്സ് കൂടി മേടിച്ചിട്ടുണ്ട്. കുറച്ചായിട്ട് ഞാൻ ഒരു ക്രോക്സ് മേടിക്കണം എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ അതും നടന്നു. അപ്പൊ ഇന്നൊക്കെ ഇത്രയുള്ളൂ. ബൈ.